സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യം. അവരിൽ 5 പേർ വിവേകമതികളും 5 പേർ വിവേകശൂന്യരുമായിരുന്നു. മാനവരാശിക്ക് ഒരു പുത്തൻ ഉണർവ് നൽകിയ പുതിയ നിയമത്തിൽ നിന്ന് മനോഹരമായ ഒരു ഉപമ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷത്തിലെ 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വർത്തമാനകാലത്തെ ചില സംഭവങ്ങളെ കോർത്തിണക്കി സെന്റ് പാട്രിക് കുടുംബ കൂട്ടായ്മ പാവറട്ടിയിലെ അംഗങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു 10 കന്യകമാർ. അതെ, പെട്ടെന്ന് വാ. നമ്മൾ താമസിച്ചു പോയോ? ഇവിടെ വേറെ ആരെയും കാണാനില്ലല്ലോ. അതാണ് എന്റെയും സംശയം. മണവാളൻ വന്നു എന്നാ തോന്നുന്നത്. ഇതാണോ നിങ്ങളുടെ വിശ്വാസം? മണവാളൻ പറഞ്ഞിട്ടില്ലേ അല്പവിശ്വാസികളായിരിക്കരുതെന്ന്? നമ്മൾ എത്ര പ്രാർത്ഥിച്ചും നോമ്പുനോറ്റും വിശുദ്ധ ജീവിതം നയിച്ചും അവിടുത്തെ ഇഷ്ടത്തിനൊത്ത് മാത്രമല്ലേ ജീവിച്ചത്? അതൊക്കെ അവിടുന്ന് കാണാതിരിക്കില്ല. ഇനി കുറച്ചുപേർ കൂടി വരാനുണ്ടല്ലോ. അവർ ഇനി വരാതിരിക്കുമോ? അതോ അവർ നമുക്ക് മുമ്പേ മണിയറയിൽ പ്രവേശിച്ചു കാണുമോ? ഇല്ല, ഒരിക്കലുമില്ല. സമയമാകുന്നതേയുള്ളൂ. ധൈര്യമായിരിപ്പിൻ. വരൂ, നമുക്ക് വിളക്കിലെ തിരി താഴ്ത്തി വെച്ച് പ്രിയനെ കാത്തിരിക്കാം. അല്ലെങ്കിൽ അവൻ വരുമ്പോൾ വിളക്കിലെ എണ്ണയെല്ലാം തീർന്ന് നാം നിരാശരാകേണ്ടി വരും. ഉറക്കം വരാതിരിക്കാൻ പ്രിയൻ വരുന്നത് വരെ നമുക്ക് അവനെ പാടി സ്തുതിക്കാം. ആരും വന്നില്ലേ? ഞാൻ ഓർത്തു എല്ലാരും വന്നെന്ന്. നീ എന്താണ് താമസിച്ചത്? ഓ, ഒന്നും പറയണ്ട. എന്തൊരു ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നു. അല്ല, നമ്മുടെ ഫ്രണ്ട്സിനെയൊന്നും കണ്ടില്ലല്ലോ. നിങ്ങൾ എന്താ വരാൻ താമസിച്ചത്? ഓ, ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയപ്പോൾ അല്പം ലേറ്റായി. ആഹാ, ഭക്തരെല്ലാം നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ. അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് മണവാളൻ വരാൻ സമ്മതിച്ചതെന്നാണ് അവരുടെ വിചാരം. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ മണവാളൻ വരുമെന്നതിന് എന്താണൊരു ഉറപ്പ്? നമ്മൾ ഒരുങ്ങി വന്നതൊക്കെ വെറുതെ ആകുന്നു. ഇനി മണവാളൻ വരാതിരിക്കുമോ? ഇത്രയും ലേറ്റ് ആകുമെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാനും ഫ്രണ്ട്സും കൂടി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് KFC കഴിച്ച് പതുക്കെ ഇങ്ങ് വന്നാൽ മതിയായിരുന്നു. എന്തായാലും ഒരുങ്ങി വന്നതല്ലേ, നമുക്കൊരു സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടാലോ?
എന്റെ ബ്രദർ UK നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ഫോണാ. ഇതിന്റെ ക്യാമറയ്ക്ക് നല്ല ക്ലാരിറ്റിയാ. എല്ലാവരും ഒന്ന് പോസ്റ്റ് ചെയ്തേ. ഓ പിന്നെ ഇതൊക്കെ ഇവിടെ ചവറ് പോലെ കിട്ടുന്ന സാധനമാ. അവളുടെ ഒരു പൊങ്ങച്ചം. സഹോദരിമാരെ, നമുക്ക് കുറച്ചു സമയം ബൈബിൾ വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 40 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, മറ്റേയാൾ അവശേഷിക്കും. 2 സ്ത്രീകൾ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ അവശേഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏതു ദിവസം വരുമെന്ന് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കള്ളൻ രാത്രിയിൽ ഏതു സമയത്താണ് വരുന്നതെന്ന് ഗ്രഹനാഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇടകൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നെന്ന് നിങ്ങൾ അറിയുന്നു. അതിനാൽ നിങ്ങളും തയ്യാറായിരിക്കണം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത്. വല്ലാത്ത ക്ഷീണം, എനിക്ക് ഉറക്കം വരുന്നു. എനിക്കും. എന്നാൽ നമുക്ക് അല്പസമയം ഉറങ്ങിയാലോ? ആ മണവാളൻ വരുമ്പോൾ എഴുന്നേൽക്കാം. മണവാളൻ വരുമ്പോൾ ഞങ്ങളെ കൂടി ഉണർത്തണേ. യജമാനൻ വരുന്നു എന്ന് തോന്നുന്നു. നമുക്ക് എഴുന്നേറ്റ് തിരി കത്തിച്ച് അവനെ എതിരേൽക്കാം. എഴുന്നേൽക്കൂ, യജമാനൻ വരുന്നു. നിങ്ങളുടെ വിളക്കുകൾ കത്തിക്കുവിൻ. വാ വാ, നമുക്ക് വിളക്ക് കത്തിക്കാം. അയ്യോ, വിളക്കും തീപ്പെട്ടിയുമുണ്ട്, എണ്ണ എടുത്തില്ല. ഞാനും മറന്നു. വിളക്കിൽ എണ്ണ കാണുമെന്ന് കരുതി. ഇനി എന്തു ചെയ്യും? നമുക്ക് അവരോട് ചോദിച്ചാലോ? അത് കന്യാകുമാരെ, ഞങ്ങളോട് തെല്ലും പരിഭവം തോന്നരുതേ. ഇതിൽ നിന്ന് കുറച്ച് എണ്ണ നിങ്ങൾക്ക് കൂടി തന്നാൽ നിങ്ങൾക്കും ഞങ്ങൾക്കും അത് തികയാതെ വരും. അതുകൊണ്ട് നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളൂ. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവരോട് ചോദിക്കണ്ടെന്ന്. ഒന്നാന്തരം വിളക്കെണ്ണ കടയിൽ നിന്ന് കിട്ടും. അല്ലെങ്കിലും ആർക്ക് വേണം ഇവരുടെ എണ്ണ? എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. നിങ്ങളെല്ലാവരും എന്റെ വരവിനായി വിളക്കിൽ എണ്ണയുമായി കാത്തിരുന്നു. വരുവിൻ, ഒരുക്കിയിട്ടിരിക്കുന്ന മണവറയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അയ്യോ, ഇവിടെ എങ്ങും ആരുമില്ലല്ലോ. കർത്താവ് വന്നിട്ട് പോയോ? ഇനി എന്തു ചെയ്യും? ഞാൻ അന്നേരമേ പറഞ്ഞതാണ് എണ്ണയൊക്കെ നേരത്തെ കരുതി വെക്കണമെന്ന്. കർത്താവെ, ഞങ്ങൾ എണ്ണയുമായി വന്നു. കതകു തുറക്കണമേ. ഞാൻ നിന്നെ അറിയുന്നില്ല. കർത്താവെ, ഞാൻ എല്ലാ ദിവസവും അഞ്ചരയുടെ കുർബാനയ്ക്ക് വരുന്നതും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതും നീ കാണുന്നതല്ലേ? ഞാൻ നിന്നെ അറിയുന്നില്ല. കർത്താവിനെ എന്നെയും അറിയില്ല. നീ വന്നേ. നമ്മൾ മാതൃവേദിയിലെ അംഗങ്ങളായതുകൊണ്ട് ചിലപ്പോൾ നമ്മളെ അറിയുമായിരിക്കും. ഞാൻ നിന്നെ അറിയുന്നില്ല. നിങ്ങളുടെ ഇടവകയെ ഞാൻ അറിയും. അവിടുത്തെ വികാരി ചെമ്പകശ്ശേരി അച്ഛനെയും ഞാൻ അറിയും. പക്ഷേ നിങ്ങളെ ഞാൻ അറിയുന്നില്ല. ഓ, കർത്താവിന് നമ്മളെയും അറിയില്ല. കർത്താവെ, അങ്ങേക്ക് എന്നെ അറിയാം. ഞാൻ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. ഞാൻ രൂപതയ്ക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട വ്യക്തിയാണ്. എനിക്കായി വാതിൽ തുറക്കണമേ. ഞാൻ നിന്നെ അറിയുന്നില്ല. ഞാൻ നിത്യവും വചനം വായിക്കുകയും അത് സോഷ്യൽ മീഡിയ വഴി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും എന്നെ അറിയാം. എന്നിട്ട് കർത്താവിനെ എന്നെ അറിയില്ലേ? കർത്താവെ, എന്നെ ഉപേക്ഷിക്കല്ലേ.
എന്നെ കൂടി കൊണ്ടുപോകണമേ കർത്താവേ, പ്ലീസ്. ഞാൻ നിന്നെ അറിയുന്നില്ല. ഇനി ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെ മുഖത്തു നോക്കും? വരൂ, നമുക്ക് പോകാം. നിൽക്കൂ. ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു? മറ്റു കന്യകമാരോടൊപ്പമല്ലേ ഞാൻ വിരുന്നിന് ക്ഷണിച്ചത്? നിങ്ങൾ എന്തുകൊണ്ടാണ് അവരെ പോലെ വിവേകത്തോടെ എണ്ണ കരുതിയില്ല? ആകയാൽ ഈ ദിവസവും നാഴികയും നിങ്ങൾ കരഞ്ഞുകൂടാകിയാൽ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിൻ. എന്റെ ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നണമേ. എന്റെ ദൈവമേ, ഞങ്ങളുടെ തെറ്റുകൾ പുറത്ത് അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളെയും ചേർക്കണമേ. അഹന്തയും സ്വാർത്ഥതയും അമിതമായ ദ്രവ്യാഗ്രഹവും ഞങ്ങളിൽ നിന്ന് മാറ്റണമേ. ദൈവമേ, ധൂർത്തും മാർപ്പാടവും ജഡിക പാപങ്ങളും ഞങ്ങളിൽ നിന്ന് എടുത്തു കളയണമേ. അങ്ങനെ നിന്റെ രാജ്യത്തിന് ഞങ്ങളെയും അവകാശമാക്കണമേ. ലോകത്തിന്റെ മായാവലയത്തിൽ അകപ്പെട്ട് ഭൗതിക സുഖങ്ങൾ തേടി അലയുമ്പോൾ അനുദപിച്ച് ദൈവത്തിൽ അഭയം പ്രാപിക്കാൻ ഓരോ വിളിക്കുമായി നമുക്ക് കാതോർക്കാം. നമ്മുടെ പാരമ്പര്യമോ സമ്പത്തോ പ്രശസ്തിയോ ഒന്നും സ്വർഗരാജ്യം അവകാശമാക്കാനുള്ള യോഗ്യതകളല്ല. സാത്താന്റെ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ജാഗരൂകരായിരിക്കുവിൻ. നമുക്ക് ദൈവസന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിച്ചും വിശുദ്ധ ജീവിതം നയിച്ചും കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കാം. കാരുണ്യവാനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.